ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, ഇതും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. താഴെ തന്നിട്ടുള്ള സെറ്റുകൾ ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനുകൾ. ഓക്കെ, അതൊരിക്കലും നമുക്ക് ഫൈനൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഹൊറിസോണ്ടൽ ലൈനാണ് എക്സ് ആക്സിസ്, അതിന് പാരലൽ ആയിട്ട് നമുക്ക് ഒരുപാട് ലൈനുകൾ താഴെ മേലെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വരക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഓക്കെ, ദെൻ ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അത് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും, ഇറ്റ്സ് ഫൈനൈറ്റ്. A to Z വരെ ഉള്ളൂ, ഇറ്റ്സ് എ കൗണ്ടബിൾ. ഓക്കെ, ദെൻ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള സെറ്റുകൾ, നമ്പേഴ്സുകൾ, അതും അൺകൗണ്ടബിൾ ആണ്, ഇൻഫിനിറ്റ് ആണ്. കാരണം 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55 പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതിനും ഒരു അവസാനമില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻഫിനിറ്റ്. ദെൻ നാലാമത്തത്, ദ സെറ്റ് ഓഫ് അനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങൾ, അത് നമുക്കൊരു കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ദാറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, മനുഷ്യൻ്റെ എണ്ണവും മൃഗങ്ങളുടെ എണ്ണവും ഒക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നതാണ് അല്ലേ. ദെൻ ദ സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ, അതും നമുക്ക് അൺകൗണ്ടബിൾ ആണ് അല്ലേ. ഇവിടെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന, ആദ്യം നമുക്ക് എക്സ് ആക്സിസിനെ സെൻറ്റർ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം വരക്കാം, ഇതിലിങ്ങനെ ഒരെണ്ണം പോകും. സെൻറ്ററുകളും റേഡിയസുകളും മാറ്റി മാറ്റി നമുക്ക് ഒരുപാട് സർക്കിളുകൾ ഇങ്ങനെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് വരക്കാൻ പറ്റൂലേ. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻഫിനിറ്റ്. ഓക്കെ, സോ ഇതും എന്താണ്, ഫൈനൈറ്റും ഇൻഫിനിറ്റും കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. ഓക്കെ.